എല്ലാ പേരൻസും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്നോട്, ഹൗ ടു ബി എ ബെസ്റ്റ് കോ റെഗുലേറ്റർ. നമ്മൾ നമ്മുടെ കുട്ടിയെ ഹൈപ്പർ ആക്റ്റീവ് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഹൈപ്പർ അറ്റ്യൂൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്വയം ഹാമിങ് ആയിട്ടുള്ള ഇഷ്യൂസ് എല്ലാം കാണിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളും ഫൈറ്റ് ഫ്ലൈറ്റ് മോഡിലേക്ക് പോകുന്നുണ്ടായിരിക്കാം. നമ്മുടെ ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഉള്ളിൽ തോന്നുന്ന ടെൻഷൻസ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിൽ വേരിയേഷൻ ഉണ്ടാക്കും, നമ്മുടെ ബി പിയിൽ വേരിയേഷൻ ഉണ്ടാവും, നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി ഫിസിയോളജിയിൽ ചേഞ്ചസ് വരുന്നിരിക്കും. അപ്പം നമ്മളെപ്പോഴും ഒരു ഡിഫെൻസീവ് ലൈനിലേക്കായിരിക്കും നമ്മൾ സ്വയം പോകുന്നുണ്ടായിരിക്കുക. ആ ഒരു സമയത്ത് നമ്മൾ കുട്ടീനെ ഹെൽപ്പ് ചെയ്യാനോ സമാധാനിപ്പിക്കാനോ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അത് അവർക്ക് ഗുണകരമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല അല്ലേ? സോ ആ ഒരു സമയത്ത് നമ്മൾ എപ്പോഴും, ഞാൻ പറയുമ്പോൾ എല്ലാവരും തന്നെ ആദ്യം ഡോക്ടർ ഈ ടോപ്പിക്ക് പറഞ്ഞു വരുമ്പോഴേ ഒരിക്കലും നടക്കില്ല എന്നുള്ള എക്സ്പ്രഷൻസ് ഇടാറുണ്ട്. പക്ഷേ നമുക്ക് കീപ്പ് ഓൺ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ കുട്ടി ഒരു ബിഹേവിയർ ഇഷ്യൂസ് കാണിക്കുമ്പോൾ ഒന്ന് ഒരു ഡീപ്പ് ബ്രീത്ത് കുറച്ച് നേരം ഒന്ന് എടുത്തിട്ട് ഒന്ന് പോയി നോക്കി ആ ഒരു ബ്രീത്തിങ് പാറ്റേൺ അത് ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം ടു കാം യുവർ സെൽഫ്. ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് എനിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ബിഹേവിയർ ഇഷ്യൂസ് ഉള്ള നമ്മുടെ കുട്ടികളെ നമുക്ക് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഒരു ഡോക്ടറോ ഒരു തെറാപ്പിസ്റ്റോ അല്ല, അവർക്ക് ഒരു കോറെഗുലേറ്റർ ആയിട്ടുള്ള പേരൻറ്റിനെയാണ് ആവശ്യം. നമ്മൾ ഉള്ളിൽ എത്ര ടെൻഷൻ ഇട്ടിട്ടാണ് നമ്മൾ അവരോട് പെരുമാറുന്നത്, ചില സമയത്ത് തോന്നും നമ്മുടെ ടെൻഷൻസ് ഒന്നും അവർക്ക് മനസ്സിലാവില്ല എന്നുള്ളത്. പക്ഷെ അവർക്ക് ഓഫ് കോഴ്സ് അത് മനസ്സിലാവും. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന നിങ്ങളുടെ വികാരം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ടെൻഷൻ എന്താണെന്ന് ചിലപ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ലായിരിക്കാം. പക്ഷേ സംതിങ് ഈസ് നോട്ട് റൈറ്റ് അറൗണ്ട് മീ എന്നുള്ളത് നമ്മുടെ കുട്ടികൾക്ക് ഓഫ് കോഴ്സ് അത് സെൻസ് ചെയ്യാൻ പറ്റും. ആ ഒരു സമയത്ത് നമ്മൾ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ എത്ര തെറാപ്പീസോ കൊടുത്തിട്ടോ ഒരു കാര്യമില്ല, അല്ലെങ്കിൽ ചില മെഡിസിൻസ് കൊടുത്തിട്ടോ ഒരു കാര്യമില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഒരു ബെസ്റ്റ് കോ റെഗുലേറ്റർ ആവാൻ നമുക്കെപ്പോഴും നമ്മുടെ ഒരു കാമിങ് ആയിട്ടുള്ള, നമ്മുടെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലായിരിക്കണം നമ്മുടെ കുട്ടികളെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോകേണ്ടത്.